എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻ അഥവാ ബഹുപദങ്ങളും സമവാക്യങ്ങളും. നമ്മൾ 9ാം ക്ലാസ്സിൽ പോളിനോമിയൽ എന്താണ് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇക്വേഷൻ നമുക്കറിയാം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. ഇനി പോളിനോമിയൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്കറിയാം, ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4x + 10 അല്ലേ. 4x + 10 ഇതെന്താണ്? ഇതൊരു പോളിനോമിയലാണ് അല്ലേ. അതല്ലെങ്കിൽ നമുക്ക് x² + 5x + 6 ഇത് ഒരു പോളിനോമിയലാണ് അല്ലേ. ഇത് നമുക്ക് x³ + 6x² + 11x + 6. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ പോളിനോമിയൽസ് ആണ് അല്ലേ, അതായത് ബഹുപദങ്ങളാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതിന് നാം എന്താണ് പറയുക? സാധാരണ ഇതിന് നാം പറയും ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയും അല്ലേ, അതായത് 1ാം കൃതിയിലുള്ള പോളിനോമിയൽ. ഇവിടെ എക്സിന്റെ ശ്രദ്ധിക്കുക, എക്സിന്റെ പവർ എത്രയാണ്? 1 ആണ് അല്ലേ, 1 ആണ്. അതുകൊണ്ട് നാം ഇതിനെന്ത് പറയും? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയും, അതായത് 1ാം കൃതിയിലുള്ള ഒരു പോളിനോമിയൽ, ഒരു ബഹുപദം എന്ന് പറയും. ഇനി ഇതാണെങ്കിലോ, ഇവിടെ നമുക്ക് നോക്കിയാൽ എക്സിന്റെ ഏറ്റവും വലിയ പവർ ഏതാ? 2 ആണ് അല്ലേ, 2 ആണ്. അപ്പോൾ നമ്മൾ ഇതിനെന്ത് പറയും? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയും അല്ലേ, അതായത് 2ാം കൃതിയിലുള്ള ഒരു പോളിനോമിയലാണിത്. ഇവിടെ 2 ആണ് അല്ലേ. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെ നോക്കിയാൽ എക്സിന് ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, 3 ആണ് അല്ലേ. ഏറ്റവും വലുത് ഏതാണ്? 3 ആണ്. അതുകൊണ്ട് നാം ഇതിനെന്ത് പറയും? ഇത് തേർഡ് ഡിഗ്രിയിലുള്ള ഒരു പോളിനോമിയലാണെന്ന് പറയും, അതായത് 3ാം കൃതിയിലുള്ള ഒരു പോളിനോമിയലാണെന്ന് പറയും അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. പിന്നെ ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാലോ അല്ലേ. ഒരു സമജന്യം ഉണ്ടാവും. അത് നമ്മൾ കഴിഞ്ഞ നമ്മുടെ ആ ചാപ്റ്ററിൽ അല്ലേ, ഇക്വേഷൻ, അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അതെല്ലാം നമ്മൾ വിശദമായി പഠിച്ചതാണ്. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻ അഥവാ ബഹുപദങ്ങളും സമവാക്യങ്ങളും അല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ് നാം ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ 9ാം ക്ലാസ്സിൽ രണ്ടക്ക സംഖ്യയിൽ തമ്മിൽ ഗുണിക്കണമെങ്കിൽ നമുക്കറിയാം, നേർക്ക് നേർ ഗുണിക്കാനറിയാം. അതല്ലാതെ എളുപ്പപ്പണിയിൽ അല്ലേ, എളുപ്പവഴിയിൽ എങ്ങനെയാണ് ഗുണിക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഉദാഹരണത്തിന് 38 × 32 ഇത് നമുക്കറിയാം. സാധാരണ ഗുണിക്കണമെങ്കിൽ നമ്മൾ 38 എഴുതും, അതിൻ്റെ ഇടയിൽ 32 എന്ന് എഴുതും അല്ലേ. എന്നിട്ട് 2 കൊണ്ട് എല്ലാവരും ഈ 38 ഗുണിക്കും, അത് കഴിഞ്ഞാൽ 3 കൊണ്ട് ഗുണിക്കും, നമ്മൾ കൂട്ടിയിടും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി. അതിന് പകരമായിട്ട് നാം എന്ത് ചെയ്തു? നാം കഴിഞ്ഞ കൊല്ലം പഠിച്ച ഓർമ്മയുണ്ടല്ലോ, അതായത് 38 32 നാം എന്തെന്ന് എഴുതി? 38 വേണം നമുക്ക് നോക്കിയാൽ. 38 എന്ന് പറഞ്ഞാൽ 30 + 8 അല്ലേ. 38 നമ്മൾ 30 + 8 എന്ന് എഴുതാം, ഒരു കുഴപ്പമില്ല അല്ലേ, ഒരു കുഴപ്പമില്ല. ഇൻറ്റു, അപ്പോൾ ഇൻറ്റു 32 നമുക്ക് എന്ത് എഴുതാം? 30 + 2 എന്ന് എഴുതാം അല്ലേ. അതായത് 38ഉം 32ഉം ഗുണിക്കുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാൻ മതി? 30 + 8 അതിനെ 30 + 2 കൊണ്ട് ഗുണിച്ചാലും മതി. ഇനി ഇതേ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗുണിക്കുക എന്ന് നമുക്ക് അറിയാം അല്ലേ. നാം ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, a + b ഇൻറ്റു c + d. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഗുണിക്കുക? ഇതേ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, a കൊണ്ട് c ഗുണിക്കും. ഇവിടെ ഉള്ളതിനെ നമ്മൾ ആദ്യം ഗുണിക്കും, അതുകൊണ്ട് a കൊണ്ട് ഇതിനുള്ളിൽ ഇതിൻ്റെ ഇപ്പുറത്തെ രണ്ടാമത്തേനെ ഗുണിക്കും അല്ലേ. അത് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തത് കൊണ്ട് ഇതിനെ ഗുണിക്കും, അത് കഴിഞ്ഞാൽ ഇതിനെ ഗുണിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? a × c എന്ന് വെച്ചാൽ ac + a × d ad + b × c bc + b × d bd. അപ്പം ഇങ്ങനെയാണ് നാം ചെയ്യുക. അപ്പോൾ അതേ രൂപത്തിൽ നമുക്ക് ഇതിനെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിയേ. ഇതും നമുക്ക് ഇതേ രൂപത്തിൽ തന്നെയാണ് കിടക്കുന്നത് അല്ലേ. ഇവിടെ a + bക്ക് പകരം 30 + 8, c + dക്ക് പകരം 30 + 2 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഗുണിക്കാൻ പറ്റും? ഇവിടെ എന്ത് വേണം? 30 × 30 അല്ലേ. 30 × 30 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ അതേ രൂപത്തിൽ തന്നെ നമുക്ക് എഴുതാം, 30 × 30. സ്റ്റെപ്പ് ഒന്ന് കൂട്ടിയാലും കുഴപ്പമില്ല അല്ലേ, എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. 30 × 30 എഴുതി, പ്ലസ് പിന്നെന്ത് ചെയ്യും? 30 × 2 അല്ലേ. 30 × 2 ഓക്കെ. അപ്പോൾ ഇതുകൊണ്ട് ഇതിനെ രണ്ടിനെ ഗുണിച്ചു. ഇനി എന്ത് വേണം? പ്ലസ്. ഇനി 8 കൊണ്ട് അല്ലേ, 8 കൊണ്ട് 30നെ ഗുണിക്കണം. അപ്പോൾ 8 × 30 പ്ലസ് ഇനി 8 കൊണ്ട് 2നെ ഗുണിക്കണം അല്ലേ. 8 കൊണ്ട് 2നെ ഗുണിക്കണം. 8 × 2 ശരിയായില്ലേ? ഓക്കെ. ഇനി നോക്കിയാൽ 30 × 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 30ന്റെ സ്ക്വയർ അല്ലേ, 30ന്റെ സ്ക്വയർ പ്ലസ് ഇവിടെ നോക്കിയാൽ 30 × 2 + 8 × 30 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക്
30 × 2 + 8 × 30. ഇതിലും രണ്ടിലും ഏതാ ഉള്ളത്? 30 ഉണ്ട് രണ്ടിലും അല്ലേ? 30 ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് രണ്ടിലുള്ള 30 അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. 30 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ഇൻറ്റു ഇതിൽ ബാക്കി ആരാ ഉള്ളത്? അപ്പോൾ ബാക്കി ഇവിടെ 2 ഉള്ളോ പ്ലസ് ഇവിടെ നിന്ന് 30 പോകുന്ന ബാക്കി 8. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഇങ്ങനെ എഴുതി 30 × 2 + 8 എന്ന് എഴുതി അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതി. പ്ലസ് ഇനി എന്ത് വരും നോക്കിയാൽ 8 × 2 അല്ലേ? 8 × 2. അതായത് നമുക്ക് എന്ത് കിട്ടി നോക്കിയാൽ 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇങ്ങനെ സ്ക്വയർ കാണാൻ വരുമ്പോൾ നമുക്കറിയാം ആദ്യം 3ന്റെ സ്ക്വയർ കാണാം അല്ലേ? 3ന്റെ സ്ക്വയർ 9. ഒരു 0 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ കാണുമെങ്കിൽ നമുക്ക് 2 0 ഇടണം അല്ലേ? അപ്പോൾ 30ന്റെ സ്ക്വയർ 900 കിട്ടി. പ്ലസ് 30 × 2 + 8 എന്ന് പറഞ്ഞാൽ 30 × 2 + 8 എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 8 × 2 എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 900 900 പ്ലസ് 30 × 10 300 പ്ലസ് 16 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമുക്കിനി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 900 300 അല്ലേ? 1216 1216 നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് 38 × 32 ഗുണിക്കുമ്പോൾ നമുക്ക് 1216 കിട്ടി. ഓക്കെ, അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറെ 2 സംഖ്യകൾ ഗുണിച്ച് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം 48 × 42 അല്ലേ? അപ്പോൾ ഇതേ രൂപത്തിൽ നമ്മൾ ഗുണിക്കാൻ പോകണം, ഇതേ രൂപത്തിൽ ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് എഴുതാം നമുക്ക്. ഇനി വേഗം ചെയ്യാലോ. 40 + 8 48നെ 40 + 8 എന്ന് എഴുതി. ഇൻറ്റു 40 നമുക്ക് 40 + 2 എന്ന് എഴുതി. ഇത് എങ്ങനെ ചെയ്യും നമുക്ക്? 40 × 40 അല്ലേ? 40നെ 40 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 40 × 40 40 സ്ക്വയർ കിട്ടി. പ്ലസ് ഇനി എന്ത് വരും? അടുത്ത സ്റ്റെപ്പ് നോക്കിയാൽ എന്താ വരാം? 40 കൊണ്ട് 2നെ ഗുണിക്കണം അല്ലേ? അപ്പോൾ 40 × 2 പിന്നെയോ പ്ലസ് ഇനി 8 കൊണ്ട് 40 അല്ലേ? അപ്പോൾ 8 × 40 അല്ലേ? പ്ലസ് ഇനി എന്ത് വരും? 8 × 2 8 × 2. ഓക്കെ, ഇനി എന്ത് കിട്ടും നോക്കിയാൽ ഇവിടെ നോക്കി 40 സ്ക്വയർ പ്ലസ് ഇവിടെ ചെയ്ത പോലെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും? 40 × 2 പ്ലസ് 8 × 40 രണ്ടിലും 40 ഉണ്ട് അല്ലേ? അപ്പോൾ ആ 40 നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ ബാക്കി എന്ത് വരും? ഇവിടെ ബാക്കി 2 വന്നു അല്ലേ? ഇവിടെ ചെയ്ത അതേപോലെ തന്നെ 2 വന്നു. പ്ലസ് ഇവിടെ 40 പോകുന്ന കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്? ഇവിടെ 8 ഉണ്ട് അല്ലേ? അപ്പോൾ 8 എഴുതി. അപ്പോൾ ഇത് കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. ഇനി എന്ത് വരും? 8 × 2 അല്ലേ? 8 × 2. അപ്പോൾ ഇനി നമുക്ക് എത്ര കിട്ടും നോക്കിയാൽ 40ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ 16 0 ആകുമ്പോൾ 2 0 ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി 40 × 2 + 8 അല്ലേ? 40 × 2 + 8 എന്ന് പറഞ്ഞാൽ 10 അല്ലേ? അപ്പം 10 × 40 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 10 × 40 എന്ന് പറഞ്ഞാൽ 400 അല്ലേ? 400 കിട്ടി. പ്ലസ് 8 × 2 എത്രയാണ്? 16. ശരിയല്ലേ? ഓക്കെ, ഇനി എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ 1600 400 2000 2000 16 2016. അപ്പോൾ അതും നമുക്ക് കിട്ടി അല്ലേ? ഇപ്പോൾ നമ്മൾ ഇത് രണ്ടും ഗുണിച്ചു അല്ലേ? ഗുണിച്ചതിൽ നമുക്ക് പൊതുവായിട്ട് എന്താണ് ചെയ്തതെന്ന് നോക്കിയേ. 38 × 32 അല്ലേ? നാം അതിന് 30 + 8 × 30 + 2 എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ആദ്യം 30 + 8 അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 30 + 8 × 30 + 2 അല്ലേ? ഇങ്ങനെ എഴുതി. ഇനി ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്തു? 30 + 8 × 30 + 2 എന്താ ചെയ്തത്? നമ്മൾ 30ന്റെ സ്ക്വയർ എഴുതി. പിന്നെ നാം എന്ത് ചെയ്തു? പിന്നെ ചെയ്തത് ഇതിലെ രണ്ടാമത്തത് അല്ലേ? അതായത് 8ഉം 2ഉം ഈ 8ഉം 2ഉം തമ്മിൽ കൂട്ടി ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് അതിനെ 30 കൊണ്ട് ഗുണിച്ചു അല്ലേ? 8ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ 30 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു? ഇവിടെ 8 × 2 ഈ രണ്ടാമത് എടുക്കുന്ന ഈ 2 ഇത് തമ്മിൽ അങ്ങോട്ട് ഗുണിച്ചിട്ടു. 8ഉം 2ഉം ഗുണിച്ചു. ഇതാണ് നമ്മൾ ചെയ്തത് അല്ലേ? ഇത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്ത്? നമുക്ക് 1216 എന്നുള്ള ഉത്തരം കിട്ടി. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് നോക്കിയാൽ 48 × 42 അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 40 + 8 നമ്മൾ മാറ്റി എഴുതി അല്ലേ? 40 + 8 × 40 + 2 എന്നാണ് നമ്മൾ ഇതിനെ മാറ്റി എഴുതിയത് അല്ലേ? ഇങ്ങനെ എഴുതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ 30 സ്ക്വയർ എന്ന് എഴുതി. ഇവിടെ വയ്ക്കാൻ ശ്രദ്ധിക്കരുത്, ഇത് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ 30 സ്ക്വയർ എന്ന് എഴുതി. അതിന് പകരം ഇവിടെ 40 വന്നപ്പോൾ എന്ത് എഴുതി? 40 സ്ക്വയർ എന്ന് എഴുതി അല്ലേ? ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. 40 സ്ക്വയർ എന്ന് എഴുതി.
അല്ലേ? പിന്നെ എന്ത് ചെയ്തു? 8ഉം 2ഉം തമ്മിൽ കൂട്ടി ആഡ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഗുണിച്ചു? 40 കൊണ്ട് ഗുണിച്ചു അല്ലേ? ഇവിടെ എന്താ ചെയ്തത്? 8ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്തിട്ട് ഇവിടെ 30 ആണ്, അതുകൊണ്ട് 30 കൊണ്ട് ഗുണിച്ചു. ക്ലിയർ ആയല്ലോ? ഓക്കെ. പ്ലസ് ഇനി എന്ത് ചെയ്തു? ഇവിടെ 8ഉം 2ഉം തമ്മിൽ ഗുണിച്ചു. രണ്ടാമത് കിടക്കുന്ന 8ഉം 2ഉം തമ്മിൽ ഗുണിച്ചു. ഇവിടെ എന്ത് ചെയ്തു? 8ഉം 2ഉം തമ്മിൽ ഗുണിച്ചു. അത് ഇത് 2ഉം തമ്മിൽ ഗുണിച്ചു. അപ്പൊ ഇവിടെ രണ്ടിലും നമ്മൾ ഒരേ കാര്യമാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് ഈ രണ്ട് ചെയ്തതിൽ നിന്ന് ഇതിൽ നിന്നൊരു പൊതു തത്വം, ഒരു ജനറൽ പ്രിൻസിപ്പിൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ നമുക്ക് 30 ഇപ്പോൾ 40 അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. എക്സ്, അതായത് ഈ സംഖ്യ എക്സ്. അപ്പൊ എക്സ് വേണമെങ്കിൽ 30, 40, 20 എത്ര വേണമെങ്കിൽ ആയിക്കോട്ടെ. ഇവിടെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. പ്ലസ് ഈ 8ന് പകരം അല്ലെ, ഇവിടെ 8 തന്നെയാണ്, ഇവിടെ 8 തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് 8 തന്നെ എഴുതി കൊടുക്കാം. വേറെ ഒന്നും മാറ്റണ്ട. എക്സിന്റെ കൂടെ ഏതോ ഒരു സംഖ്യ, അത് 30, 40, 50 ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ കൂടെ 8 കൂട്ടി അല്ലെ. എക്സ് എന്ന് പറഞ്ഞാൽ 30, 40, 20, 50 ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ കൂടെ 8 കൂട്ടി അല്ലെ. അപ്പൊ ഇവിടെ 30ന്റെ കൂടെ 8 കൂട്ടി, 40ന്റെ കൂടെ 8 കൂട്ടി. ശരിയാണല്ലോ? എക്സിന്റെ കൂടെ നമ്മൾ 8 കൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ 30 തന്നെ അല്ലേ ഇവിടെ, അല്ലെങ്കിൽ ഈ 40 തന്നെ അല്ലേ ഇവിടെ. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് തന്നെ പ്ലസ്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 2 ആണ്, ഇവിടെയും 2 ആണ് അല്ലേ? അതിന് മാറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് തൽക്കാലം 2 തന്നെ ഇട്ടാൽ മതി, 2. അപ്പൊ ഇവിടെ എന്ത് വന്നു? എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് വന്നു. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഉത്തരം കിട്ടിയത്? ഇവിടെ ആണെങ്കിൽ 30 സ്ക്വയർ എന്ന് വന്നു അല്ലെ? ഇത് ഏതാണോ അതിന്റെ സ്ക്വയർ അല്ലെ? ഇവിടെയും അത് തന്നെ, ഇവിടെ കിടക്കുന്നത് ഏതാണോ അതിന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് ഇവിടെ കിടക്കുന്ന എക്സ് ആണല്ലോ. അപ്പൊ എക്സിന്റെ സ്ക്വയർ, അപ്പൊ എക്സ് സ്ക്വയർ. ഇനി പ്ലസ്. ഇനി അടുത്ത എന്താ ചെയ്തത്? ഈ രണ്ടാമത് എടുക്കുന്ന 8ഉം 2ഉം കൂടി കൂട്ടുന്നു അല്ലെ? കൂട്ടുന്നു, അതിനെ 30 കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെയും അത് തന്നെ 8ഉം 2ഉം കൂടി കൂട്ടുന്നു, അതിനെ 40, ഈ എക്സ് കൊണ്ട്, ഇവിടെ എക്സ് അല്ലെ, ഇവിടെ 40 എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 40 കൊണ്ട് ഗുണിക്കുന്നു എന്ന് പറഞ്ഞാൽ എക്സ് കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 8ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്തിട്ട് എക്സ് കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഇൻറ്റു 8 പ്ലസ് 2. ഇനി പ്ലസ് 8 ഇൻറ്റു 2 അല്ലേ? ഈ 8 ഈ 2, ഇവിടെ 8 2. അപ്പൊ ഇവിടെ നമുക്ക് 8ഉം 2ഉം തന്നെയാണല്ലോ. അപ്പൊ ഇവിടെയും നമുക്ക് 8 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയെന്ന് നോക്കിയേ? അതായത് എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് പ്ലസ് 2 അല്ലേ? ഇതെന്ത് കിട്ടി നമുക്ക്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 8 പ്ലസ് 2. 8 പ്ലസ് 2 10 അല്ലെ? 10 ഇൻറ്റു എക്സ് 10x പ്ലസ് 8 ഇൻറ്റു 2 16 അല്ലേ? അപ്പൊ എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 16 കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ ഇതിന്റെ ഒരു പൊതുരൂപം എങ്ങനെ എഴുതി? എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലെ? അതായത് ഇവിടത്തെ കിടക്കുന്നതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, പ്ലസ് 10 ഇൻറ്റു എക്സ്. 10 എന്ന് പറഞ്ഞാൽ ഈ 8ഉം 2ഉം കൂടി ആഡ് ചെയ്യുന്നു അല്ലെ? 8ഉം 2ഉം കൂടി ആഡ് ചെയ്തപ്പോൾ 10 കിട്ടി, അതിനെ എക്സ് കൊണ്ട് ഗുണിക്കുന്നു അല്ലെ? പ്ലസ് പിന്നെ എന്ത് ചെയ്തു? 8 ഇൻറ്റു 2, ഈ 8ഉം 2ഉം തമ്മിൽ ഗുണിച്ചെഴുതുന്നു അല്ലെ? അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പൊതുവായ രൂപം. അപ്പൊ അത് മനസ്സിലായില്ലേ? അത് വളരെ എളുപ്പമാണ്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാകും. എല്ലാവരും ഒരു കാര്യം ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 190 എടുക്കുക. 190 ഒരു 5-6 ചോദ്യങ്ങളുണ്ട്, നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം അല്ലേ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡു ദി മൾട്ടിപ്ലിക്കേഷൻ ബിലോ ഇൻ ഹെഡ്. റൈറ്റ് ദി ജനറൽ പ്രിൻസിപ്പിൾ ഗോട്ട് ഫ്രം ഈച്ച് സെറ്റ് ആസ് ആൻ ആൾജിബ്രിക് ഐഡന്റിറ്റി. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ തന്നെ ഇപ്പൊ നമ്മളോട് ഇവിടെ 43 ഇൻറ്റു 47 ഗുണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് എന്ത് ചെയ്യുക? ഇത് നമ്മളോട് മനക്കണക്കാക്കി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. തൽക്കാലം മനക്കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ. നാം സാധാരണ ഇപ്പൊ നമ്മൾ ചെയ്ത് പഠിച്ചല്ലോ അല്ലെ? നാം ചെയ്ത അതേ രീതി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ജനറൽ പ്രിൻസിപ്പിൾ, അതായത് ഒരു പൊതുതത്വം എന്താണ് നമ്മൾ എഴുതണം. നാം നേരത്തെ ചെയ്തില്ലേ? അതേപോലെ തന്നെ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 43 ഇൻറ്റു 47 എന്ന് പറയാം. നമുക്കറിയാം 40 40 പ്ലസ് 3 ഇൻറ്റു എന്തെഴുതാം? 40 പ്ലസ് 7 അല്ലേ? അതായത് 43നെ 40 പ്ലസ് 3 എന്ന് എഴുതി, ഇൻറ്റു 47നെ 40 പ്ലസ് 7 എന്ന് എഴുതി. ശരിയാണല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കിയേ? 40 40 പ്ലസ് 3 ഇൻറ്റു 40 പ്ലസ് 7. ഓക്കെ. നാം നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ നേരത്തെ ചെയ്തു എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി അല്ലേ? ഓർമ്മയുണ്ടാവും നമുക്ക്. എ പ്ലസ് ബി നമ്മൾ ചെയ്തതാണ്, എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യും അല്ലേ? എ സി പ്ലസ് എ ഡി
പ്ലസ് അത് കഴിഞ്ഞാൽ ബി കൊണ്ട് സീനെ, ബി കൊണ്ട് ഡീനെ അല്ലേ, ബി സി പ്ലസ് ബി ഡി. അപ്പോൾ അതേ രൂപത്തിൽ നമുക്ക് ഇവിടെ ചെയ്യാം. എന്ത് ചെയ്യാം? 40നെ 40 ഗുണിക്കുക അല്ലേ, 40നെ 40 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 40 സ്ക്വയർ 40 സ്ക്വയർ അല്ലേ, ശരിയാണ്. പ്ലസ് ഇനി നമുക്ക് 40നെ 40 കൊണ്ട് 7നെ ഗുണിക്കണം അല്ലേ, അപ്പോൾ നമുക്ക് 40 × 7 തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി പ്ലസ് എന്ത് ചെയ്യണം? ഇനി 3 കൊണ്ട് 40നെ ഗുണിക്കണം അല്ലേ, അപ്പോൾ 3 × 40 3 × 40 പ്ലസ് ഇനി എന്ത് വേണം? 3 കൊണ്ട് 7നെ ഗുണിക്കണം, 3 × 7. ഇനി എന്താണ് കിട്ടുന്നത് നോക്കിയാൽ 40 സ്ക്വയർ അല്ലേ, 40 സ്ക്വയർ അങ്ങനെ തന്നെ എടുക്കട്ടെ തൽക്കാലം. പ്ലസ് 40 × 7 പ്ലസ് 3 × 40. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെയും 40 ഉണ്ട്, ഇവിടെയും 40 ഉണ്ട് അല്ലേ. അപ്പോൾ നാം എന്ത് ചെയ്തു? ഇവ 40നെ നമ്മൾ കോമൺ ആയിട്ട് അല്ലേ നമ്മൾ പുറത്തെടുത്തു, തന്നെ 40നെ പുറത്തെടുത്തു. അപ്പോൾ ബാക്കി ഇവിടെ ആര് വന്നു? 40 × 7 40 പോന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ആരാ ഉള്ളത്? 7 പ്ലസ് ഈ 3 × 40 40 പോകുന്നു കഴിഞ്ഞാൽ ബാക്കി ആരാ ഇവിടെ ഉള്ളത്? 3 അല്ലേ. അപ്പോൾ 7 പ്ലസ് 3 എന്നായി. ഓക്കെ, അപ്പോൾ ഇവിടം വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി പ്ലസ് 3 × 7 അല്ലേ. ഇനി നമുക്ക് നോക്കിയേ, ഇനി നമുക്ക് 40യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 4ൻ്റെ സ്ക്വയർ 16, ഒരു 0ൻ്റെ വരുമ്പോൾ നമ്മൾ 2 0 ഇടും അല്ലേ, അപ്പോൾ 1600 കിട്ടി. പ്ലസ് ഇവിടെ നോക്കിയാൽ 40 × 7 + 3, അപ്പോൾ 7 + 3 ആദ്യം ചെയ്യുമ്പോൾ 7 3 10 കിട്ടി, നമുക്ക് 10 കിട്ടി അല്ലേ. അപ്പോൾ 10 × 40 10 × 40 എത്രയാണ്? 400 400 മനസ്സിലായില്ലേ. പ്ലസ് 3 × 7 21. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1600 400 2000 2021. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ എന്താണ്? 63 × 67 അല്ലേ. നിങ്ങൾക്ക് വേഗം ചെയ്യാലോ. 63നെ 60 + 3 × 67നെ 60 + 7 അല്ലേ, ശരിയാണല്ലോ. ഓക്കെ, ഇനി 60 + 3 × 60 + 7 അല്ലേ. 60 + 3 × 60 + 7 നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? 60 × 60 അല്ലേ, 60 × 60. അപ്പോൾ നമുക്ക് അതിന് 60 സ്ക്വയർ എന്ന് എഴുതാം. 60 × 60 60 സ്ക്വയർ. പ്ലസ് ഇനി എന്ത് വേണം? 60 കൊണ്ട് 7നെ ഗുണിക്കണം അല്ലേ, അപ്പോൾ 60 × 7 പ്ലസ് ഇനി എന്ത് ചെയ്യണം? 3 കൊണ്ട് 60നെ ഗുണിക്കണം അല്ലേ, 3 × 60 പ്ലസ് 3 കൊണ്ട് 7നെ ഗുണിക്കണം, 3 × 7. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നോക്കിയാൽ 60ൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെ നമ്മൾ ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ 60 × 7 പ്ലസ് 3 × 60. 2ലും 60 ഉണ്ട്, 60നെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ 60 പോകുന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ആരാ ഉള്ളത്? 7 അല്ലേ, 7 ഉള്ളോ 7 പ്ലസ് ഇതിൽ നിന്ന് 60 പോകുന്നു, ബാക്കി ഇവിടെ ആരാ ഉള്ളത്? 3. അപ്പോൾ 7 + 3 പ്ലസ് 3 × 7. ഓക്കെ, ഇനി എന്ത് കിട്ടും? 60ൻ്റെ സ്ക്വയർ 6ൻ്റെ സ്ക്വയർ 36, ഒരു 0 ആണെങ്കിൽ 2 0 ഇട്ട് കൊടുത്തു. ക്ലിയർ ആണല്ലോ. ഓക്കെ, പ്ലസ് 60 × 7 + 3 7 + 3 10 അല്ലേ, 10 × 60 600 600 പ്ലസ് 7 × 3 21. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3600 600 4221 അല്ലേ, അപ്പോൾ 4221. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, മൂന്നാമത് എന്താ പറഞ്ഞിട്ടുള്ളത്? 103 അല്ലേ, 103 × 107. ഇതേ രൂപത്തിൽ നമുക്ക് ചെയ്യാം അല്ലേ. 103ന് എന്ത് കൊടുക്കാം? 100 + 3 × 100 107നെ 100 + 7. ഓക്കെ, ഇനി നമുക്കിതിനെ 100 + 3 × 100 + 7 അല്ലേ. അതിനെ നമുക്ക് ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ ഇവിടെ ചെയ്യാലോ. ആദ്യം 100 × 100 അല്ലേ, അതായത് 100ൻ്റെ സ്ക്വയർ 100ൻ്റെ സ്ക്വയർ പ്ലസ് ഇനി എന്ത് വേണം? 100 കൊണ്ട് 7നെ ഗുണിക്കണം അല്ലേ, അപ്പോൾ 100 × 7 പ്ലസ് ഇനി എന്ത് വേണം? 3 കൊണ്ട് 100നെ ഗുണിക്കണം, 3 × 100 പ്ലസ് 3 കൊണ്ട് 7നെ ഗുണിക്കണം, 3 × 7. ഓക്കെ, ഇനി എന്ത് കിട്ടും നമുക്ക്? അപ്പോൾ 100ൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെ 100 × 7 3 × 100 രണ്ടും 100 ഉണ്ട്, അപ്പോൾ 100 നമ്മൾ പുറത്തെടുത്തു. ബ്രാക്കറ്റിൽ ഇവിടെ 7 പ്ലസ് ഇവിടെ ബാക്കി 3 അല്ലേ, അപ്പോൾ അത് കഴിഞ്ഞു. പ്ലസ് 3 × 7 അല്ലേ, 3 × 7.
അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 100ന്റെ സ്ക്വയർ അല്ലേ? 100ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഇട്ടിട്ട് 2 പൂജ്യം ആണെങ്കിൽ 4 പൂജ്യം ഇട്ട് കൊടുക്കുക അല്ലെ? ഇരട്ടി പൂജ്യം ഇട്ട് കൊടുക്കുക. പ്ലസ് 100 ഇൻറ്റു 7 + 3 എത്രയാണ്? 10. അപ്പോൾ 10 × 100 എന്താണ്? 100 ഇട്ടിട്ട് 10ന്റെ ഒരു പൂജ്യം കൂടി ചേർത്ത് കൊടുക്കുക അല്ലേ? ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ 1000 കിട്ടി. പ്ലസ് 7 × 3 21. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇവിടെ 10,000, ഇവിടെ 1000 അല്ലേ? അതായത് 11,000 and 21. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ പൊതുതത്വം ജനറൽ പ്രിൻസിപ്പിൾ അല്ലേ എന്താണ് നമുക്ക് എഴുതണം. ഇവിടെ നോക്കിയാൽ ഒരേ രൂപത്തിലാണ് കിടക്കുന്നത് അല്ലേ? 40 + 3 × 40 + 7. ഇവിടെ 60 + 3 × 60 + 7. 100 + 3 × 100 + 7. ഈ സംഖ്യകൾ മാറി ഈ +3 + 7 അല്ലേ? +3 + 7 +3 + 7 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പൊതുതത്വം എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 40, 60, 100 അല്ലേ? അതിനൊക്കെ പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. ശ്രദ്ധിക്കുക, എക്സ് എന്ന് കൊടുത്തു അല്ലേ? ഇനി എക്സിൻ്റെ കൂടെ 3 കൂട്ടുന്നു അല്ലേ? ഇവിടെയും 3 കൂട്ടുന്നു, ഇവിടെയും 3 കൂട്ടുന്നു അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ എക്സിൻ്റെ കൂടെ ഇവിടെയും നമുക്ക് 3 കൂട്ടാം അല്ലേ? x+3 നമ്മളിവിടെ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം നമുക്ക്? 40 അല്ലേ? 40 + 7 അതേ സംഖ്യ തന്നെയാണ്. 60 + 7, 100 + 7 ഇവിടെയുള്ള അതേ സംഖ്യയാണ് ഇവിടെയും വരുന്നത് അല്ലേ? 60, 60, 40, 40. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? എക്സിന് വ്യത്യാസമൊന്നുമില്ല, എക്സ് പ്ലസ്. ഇനി ഇവിടെ നോക്കിയാൽ അടുത്ത ഏതാ വരുന്നത്? ഇവിടെ 7 അല്ലേ? 7, 7. അപ്പോൾ നമുക്ക് x+7 എന്ന് കൊടുത്തു. ഇത്രയും മനസ്സിലായില്ലേ? അപ്പോൾ എക്സിന് പകരം നമുക്കിവിടെ 60 കൊടുക്കാം. അപ്പോൾ 60 + 3 × 60 + 7 ആയി. നെക്സ്റ്റ് പകരം 100 കൊടുക്കുകയാണെങ്കിൽ എന്തായി? 100 + 3 × 100 + 7 ആയി അല്ലേ? അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഉത്തരം കിട്ടിയതെന്ന് നോക്കിയാൽ ആദ്യം എന്ത് കിട്ടി? ആദ്യം നമുക്ക് കിട്ടിയെന്ന് നോക്കിയാൽ ഇവിടെ ചെയ്തപ്പോൾ 40 സ്ക്വയർ അല്ലേ? 40ന്റെ സ്ക്വയർ. അപ്പോൾ 40ന് പകരം നമ്മൾ എക്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് ഇവിടെ എഴുതുന്നു, ഞാൻ x² എന്ന് എഴുതാം അല്ലേ? ഇവിടെ അതന്നെ അല്ലേ? നോക്കിയേ 60ന്റെ സ്ക്വയർ അല്ലേ? ഇവിടെ നോക്കിയേ 60ന്റെ സ്ക്വയർ, അതായത് ഇവിടെ എന്താണ് കൊടുക്കുന്നത്? അതിന്റെ സ്ക്വയർ. ഇവിടെ അതന്നെ അല്ലേ? 100ന്റെ സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ എക്സിന്റെ സ്ക്വയർ എഴുതി. പിന്നെ എന്ത് ചെയ്യുന്നു? പ്ലസ് 40 × 7 + 3. 7 + 3 എന്ന് പറഞ്ഞാൽ ഇവിടെ 3, ഇവിടെ 7, ഇവിടെ 3, 7, ഇവിടെ 3, ഇവിടെ 7. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 3, 7 തന്നെ അല്ലേ? 3 × 7. അതിന് ഏതുകൊണ്ടാണ് ഗുണിക്കുന്നത്? കൂട്ടിയിട്ട് 40 കൊണ്ട് ഗുണിക്കുന്നു, അതായത് ഇവിടെ എക്സ് കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെ 60 കൊണ്ട് ഗുണിക്കുന്നു, അതായത് ഇവിടുത്തെ എക്സ്. ഇവിടെ 100 കൊണ്ട് ഗുണിക്കുന്നു, അതായത് ഇവിടുത്തെ എക്സ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ എക്സ് കൊണ്ട് ഗുണിക്കുന്നു. ഏതിനെ? 3ഉം 7ഉം കൂടി കൂട്ടിയിട്ട് എക്സ് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ x² + x × 3 + 7. ഓക്കെ, അത് കഴിഞ്ഞു അല്ലേ? പ്ലസ് പിന്നെന്താ ചെയ്യുന്നത്? 3ഉം 7ഉം തമ്മിൽ ഗുണിക്കുന്നു. ഇവിടെയും 3ഉം 7ഉം, ഇവിടെയും 3ഉം 7ഉം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? 3ഉം 7ഉം തമ്മിൽ ഗുണിക്കണം അല്ലേ? 3 × 7. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x² പ്ലസ് 7ഉം 3ഉം 10 അല്ലേ? 7ഉം 3ഉം 10. 10 × x 10x പ്ലസ് 7 × 3 21. മനസ്സിലായില്ലേ? അതായത് x+3 × x+7 എന്തായിരിക്കും? x². ഇവിടെ ഏതാണോ സംഖ്യ അതിന്റെ സ്ക്വയർ കാണാം, പ്ലസ് 10 കൊണ്ട് ഈ എക്സിനെ ഗുണിക്കുക. അപ്പോൾ ഇവിടെ 3ഉം 7ഉം ആയതുകൊണ്ടാണ് ഇവിടെ 10 വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ 10 കൊണ്ട് നാം എന്ത് ചെയ്യണം? എക്സ് കൊണ്ട് എക്സിനെ ഗുണിക്കുക. അത് കഴിഞ്ഞാലോ ഈ 7ഉം 3ഉം തമ്മിൽ ഗുണിച്ചിട്ട് 21 ഇടാം. അപ്പോൾ ഇതാണ് ഇതിന്റെ പൊതുതത്വം, അതായത് ജനറൽ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി നമുക്ക് അതിൽ രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. 51 × 52 അല്ലേ? നമുക്ക് വേഗം ചെയ്യാലോ. 51 × 52 നമുക്ക് എങ്ങനെ എഴുതാം? 50 50 + 1 × 50 + 2 എന്ന് എഴുതാം അല്ലേ? 50 + 2 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് 50 + 1 × 50 + 2 അല്ലേ? അതിന് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം 50 × 50, 50യുടെ സ്ക്വയർ. ഓക്കെ, പ്ലസ് ഇനി എന്ത് ചെയ്യാം? 50 അല്ലേ? 50 × 2 അല്ലേ? 50 × 2. ഓക്കെ, പ്ലസ് ഇനി അടുത്തെന്താണ്? 50 കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൊണ്ട് അല്ലേ? 1 × 50, 1 × 50 പ്ലസ് അടുത്തത് 1 × 2, 1 × 2. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ, തെറ്റെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? 50യുടെ സ്ക്വയർ അല്ലേ? അപ്പോൾ 50² പ്ലസ് 50 × 2 പ്ലസ് 50 × 1. 50നെ പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? ഇവിടെ ബാക്കി 2 ഉണ്ട്, പ്ലസ് 50 പോകുന്ന കഴിഞ്ഞാൽ ബാക്കി 1. ഓക്കെ, പ്ലസ് എന്ത് വരും? 1 × 2, 1 × 2 അല്ലേ? ഓക്കെ, നോക്കിയാൽ 50യുടെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 25,
ഒരു 0 ആണെങ്കിൽ 2 0 ഇട്ട് കൊടുത്തു. പ്ലസ് 50 ഇൻറ്റു 2 പ്ലസ് 1 അല്ലേ, 2 പ്ലസ് 1 3, 3 50, 3 ഇൻറ്റു 50 എത്രയാണ് 150, 150. പ്ലസ് 1 ഇൻറ്റു 2 2 അല്ലേ. അപ്പം നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടും 2500, 2650, 2652 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ നോക്കിയേ, എന്താണ് 81 ഇൻറ്റു 82, 81 ഇൻറ്റു 82. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം, 80 പ്ലസ് 1 ഇൻറ്റു 80 പ്ലസ് 2. ഓക്കെ, ഇനി നമുക്ക് 80 പ്ലസ് 1 അല്ലേ, 80 പ്ലസ് 1 ഇൻറ്റു 80 പ്ലസ് 2 നമുക്ക് എഴുതാറിയാലോ. 80 ഇൻറ്റു 80 അല്ലേ, അതായത് 80യുടെ സ്ക്വയർ, 80 സ്ക്വയർ. പ്ലസ് ഇനി എന്ത് വേണം, 80 കൊണ്ട് 2നെ ഗുണിക്കണം അല്ലേ, അപ്പോൾ 80 ഇൻറ്റു 2. ഓക്കെ, പ്ലസ് ഇനി എന്ത് വേണം, 1 കൊണ്ട് 8നെ ഗുണിക്കണം അല്ലേ, അപ്പോൾ 1 ഇൻറ്റു 80. പ്ലസ് ഇനി എന്ത് വേണം, 1 കൊണ്ട് 2നെ ഗുണിക്കണം അല്ലേ, 1 ഇൻറ്റു 2. ഇനി നമുക്ക് നോക്കിയാൽ 80യുടെ സ്ക്വയർ, 80 സ്ക്വയർ പ്ലസ്, സോറി ഇവിടെ 80 ആണ്, എനിക്ക് തെറ്റിപ്പോയി, 80 അല്ലേ, 80 ആണ്. അപ്പോൾ 80 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 80, 80 2 കൊണ്ട് നമ്മൾ 80നെ പുറത്ത് കൊടുത്തു, ബാക്കി ഇവിടെ 2 പ്ലസ് ഇവിടെ നിന്ന് 80 പോയി കഴിഞ്ഞാൽ ബാക്കി 1. ഓക്കെ അല്ലേ, പ്ലസ് 1 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 80യുടെ സ്ക്വയർ, 8ൻ്റെ സ്ക്വയർ 64, ഒരു 0 ആണെങ്കിൽ 2 0 ഇട്ട് കൊടുത്തു, പ്ലസ് 8 80 ഇൻറ്റു 2 പ്ലസ് 3, 2 3 3, 3 ഇൻറ്റു 80 അല്ലേ, 3 ഇൻറ്റു 80, 3 ഇൻറ്റു 8 24, അപ്പോൾ 240 കിട്ടി. പ്ലസ് 1 ഇൻറ്റു 2 2 അല്ലേ, ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 6442, 6642 എന്ന് കിട്ടി. ഇനി മൂന്നാമത്തേത് നോക്കിയൊന്ന്, എന്താണ് മൂന്നാമത്തത്, 301 ഇൻറ്റു 302, 301 ഇൻറ്റു 302. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം, 300 പ്ലസ് 1 ഇൻറ്റു 300 പ്ലസ് 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി 300 കളിക്കാം, 300 പ്ലസ് 1 ഇൻറ്റു 300 പ്ലസ് 2. ഓക്കെ, എഴുതാനറിയാലോ, ആദ്യം 300ൻ്റെ സ്ക്വയർ അല്ലേ, അപ്പോൾ 300 സ്ക്വയർ പ്ലസ് ഇനി 300 ഇൻറ്റു 2, 300 ഇൻറ്റു 2 പ്ലസ് ഇനി 1 ഇൻറ്റു 300, 1 ഇൻറ്റു 300 പ്ലസ് ഇനി 1 കൊണ്ട് 2നെ, 1 ഇൻറ്റു 2. അപ്പം എത്ര കിട്ടും നമുക്ക്, 300ൻ്റെ സ്ക്വയർ പ്ലസ് 300 ഇൻറ്റു 2 അല്ലേ, ഇവിടെ 1 ഇൻറ്റു 300, അപ്പോൾ 300 നമ്മൾ പുറത്തേക്ക് എടുത്തു, ബാക്കി എന്ത് വന്നു, ഇവിടെ 2 ഉണ്ട്, പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ട്. ഓക്കെ അല്ലേ, ഇനി 1 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 300ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ 9, 2 0 ആണെങ്കിൽ 4 0. ഓക്കെ, പ്ലസ് 300 ഇൻറ്റു 2 ഇൻറ്റു 2 പ്ലസ് 1, 2 പ്ലസ് 1 3 ആണ്, 3 ഇൻറ്റു 300 എത്രയാണ്, 3 ഇൻറ്റു 3 900 അല്ലേ, പ്ലസ് 1 ഇൻറ്റു 2 2. ഓക്കെ, ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 90,902 അല്ലേ, 2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു പൊതുരൂപം എഴുതണം അല്ലേ. ഓക്കെ, ഇവിടെ നോക്കിയാൽ 50 പ്ലസ് 1 ഇൻറ്റു 50 പ്ലസ് 2 അല്ലേ, ഇവിടെ 50 പ്ലസ് 1 80 പ്ലസ് 2, ഇവിടെ 300 പ്ലസ് 1 300 പ്ലസ് 2 അല്ലേ. അപ്പോൾ നമുക്ക് 50 80 300 ഒക്കെ പകരം എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് ഇവിടെ 1 പ്ലസ് 2 അല്ലേ, 1 പ്ലസ് 2 1 പ്ലസ് 2 തന്നെ അല്ലേ, അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 അല്ലേ, ഇവിടെ 2 ആണ്, അതുകൊണ്ട് നമ്മൾ എക്സ് പ്ലസ് 2 എന്ന് കൊടുത്തു. സീക്വൽ ടു എങ്ങനെയാണ് നമുക്ക് കിട്ടിയെന്ന് നോക്കിയാൽ, ആദ്യം 50 സ്ക്വയർ അല്ലേ, 50 സ്ക്വയർ അതായത് എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയർ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് പിന്നെ എന്താണെന്ന് നോക്കിയാൽ 2 പ്ലസ് 1 ഇൻറ്റു 50 അല്ലേ, 2 പ്ലസ് 1 ഇൻറ്റു 50, അതായത് 2ഉം 1 ഇത് തമ്മിൽ കൂടി കൂട്ടുന്നു, 50 കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെയും ഇത് തന്നെ അല്ലേ, 2 പ്ലസ് 1 ഇൻറ്റു 80, 2 പ്ലസ് 1 ഇൻറ്റു 80, ഇവിടെ ആണെങ്കിലോ 2 പ്ലസ് 1 ഇൻറ്റു 300. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, 2 പ്ലസ് 1 ഇൻറ്റു എക്സ് അല്ലേ, അപ്പോൾ എക്സ് ഇൻറ്റു 2 പ്ലസ് 1. ഓക്കെ, പ്ലസ് ഇനി എന്താണ് ലാസ്റ്റ് 1 ഇൻറ്റു 2 അല്ലേ, 1 ഇൻറ്റു 2, ഇവിടെയും 1 ഇൻറ്റു 2, ഇവിടെയും 1 ഇൻറ്റു 2, അപ്പോൾ നമുക്കും 1 ഇൻറ്റു 2, 1 ഇൻറ്റു 2, അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2
സീക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2 + 1, 2 + 1 പറഞ്ഞാൽ 3 അല്ലെ, 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 2 ഇൻറ്റു 1 2. ഇതാണ് ഇതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവിടെ നോക്കിയാൽ x+1 ഇൻറ്റു x+2 = x² + 3x + 2 നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ x+1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഒരു 1ാം ഡിഗ്രിയിലുള്ള പോളിനോമിയലാണ് അല്ലേ, അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, 1ാം കൃതിയിലുള്ള പോളിനോമിയൽ. ഇതും ഒരു 1ാം കൃതിയിലുള്ള പോളിനോമിയൽ, x+2 എന്ന് പറഞ്ഞാലും 1ാം കൃതിയിലുള്ള ഒരു പോളിനോമിയൽ. അപ്പോൾ ഇവർ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, ഒരു സെക്കൻഡ് ഡിഗ്രി, അതായത് 2ാം കൃതിയിലുള്ള പോളിനോമിയലാണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ, x+1 ഇൻറ്റു x+2. അപ്പം 2 1ാം കൃതിയിലുള്ള പോളിനോമിയൽ തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു 2ാം കൃതിയിലുള്ള പോളിനോമിയൽ കിട്ടി. നാം ഇപ്പോൾ ചെയ്ത എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പൊതുതത്വം നമുക്ക് ബീജഗണിത രൂപത്തിൽ എഴുതാൻ പറ്റും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.